കനത്ത നാശനഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നാശനഷ്ടം അമേരിക്കക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ റെഡി ആയിരുന്നിട്ടുകൂടെ അമേരിക്ക ഇറാനെതിരെ രണ്ടാമതൊരു അറ്റാക്കിന് മുതിരാതിരുന്നത് എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കക്ക് മേലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ മുന്നത്തെ നയങ്ങളും അമേരിക്കയുടെ മുന്നത്തെ പരിപാടികളും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊന്നും തന്നെ അമേരിക്കയെ എവിടെ നിന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇറാനിൽ നിന്നും വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം, സീസ് ഫയർ വന്നതിന് ശേഷം ഇന്നേ വരെ അവിടെ വലിയ രീതിയിലുള്ള മാസീവ് ആയിട്ടുള്ള രീതിയിലുള്ള വെടിയൊച്ചകൾ നടന്നിട്ടേ ഇല്ല എന്നുള്ളത് കാണാം. പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പരാമർശങ്ങൾ പല തരത്തിൽ പല സന്ദർഭത്തിൽ ഇറാന്റെ അടുത്ത് നിന്നുണ്ടായിട്ട് കൂടെ അമേരിക്ക അനങ്ങിയിട്ടില്ല എന്നുള്ളത് കാണാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 42ഓളം അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളെയാണ് ഇറാൻ വെടിവെച്ചിട്ടത് എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമേ അല്ല, ഇത് സിമ്പിളായിട്ട് നമ്മൾ സമീപിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ലോകരാജ്യങ്ങളും ലോകത്തുള്ള സകല മീഡിയകളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു കാര്യമാണ് ഇറാന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അമേരിക്കയുടെ നാവിക ശക്തിക്ക് മുന്നിലോ എയർഫോഴ്സിന്റെ മുന്നിലോ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതും ഇറാൻ പെട്ടെന്ന് തന്നെ തകർന്നു വീഴുമെന്നാണ് സകല മനുഷ്യരും കണക്ക് കൂട്ടിയത്. ആ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ്. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള, അതേപോലെ തന്നെ ലോ ഫ്ലൈറ്റ് കാപ്പബിലിറ്റി ഉള്ള, നൈറ്റിൽ പറക്കാൻ കാപ്പബിലിറ്റി ഇല്ല, ഒരു ഡസനോളം അമേരിക്കയുടെ വാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിമാനങ്ങളെയാണ് ഇറാൻ അടിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏതെങ്കിലും ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് ഏജൻസീസോ അല്ല പുറത്തു വിട്ടിരിക്കുന്നത്. ഇത് പുറത്തു വിട്ടിരിക്കുന്നത് കോൺഗ്രഷണൽ റിസർച്ച് സർവീസ്, അമേരിക്കയിലെ CRS എന്ന് പറയുന്ന കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് ആണ് ഈ ഡാറ്റ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കയിലെ സെനറ്റേഴ്സ്, ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സ്, കോൺഗ്രഷണൽ കമ്മിറ്റി ഇവർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അനലിറ്റിക്സ്, പോളിസി റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് എന്ന് പറയുന്നത്. ഇവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇവർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണിത്. അതായത് യുദ്ധം, വിദേശ നയം, സാമ്പത്തികം, സൈബർ സുരക്ഷ, AI, നികുതി പോലെയുള്ള വിഷയങ്ങളിൽ വിശദമായിട്ടുള്ള അതിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള റിസർച്ച് അനലിറ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണിത്. അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അമേരിക്കയുടെ നിയമവ്യവസ്ഥക്കകത്തുള്ള ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണെന്നുള്ളതാണ് ഇതിൻ്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെയും കാരണം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കോൺവോയിലുള്ള, ഇവരുടെ ലിസ്റ്റിലുള്ള ഏതൊക്കെ എയർക്രാഫ്റ്റുകളാണ് നഷ്ടപ്പെട്ടതെന്ന് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുക. ലോകത്തിൻ്റെ മുന്നിൽ ഇതിന് മുകളിലേക്ക് ഇനി വെക്കാൻ എയർക്രാഫ്റ്റ് ഇല്ല, ഇതിനെ തകർക്കാൻ പറ്റുന്ന ഒരു മിസൈൽ ഇനി കണ്ടുപിടിച്ചിട്ട് വേണമെന്ന് പറയുന്ന USP മുന്നോട്ട് വെക്കുന്ന പല ഫൈറ്റർ ജെറ്റുകളെയും ഇറാൻ അടിച്ചിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വിമാനങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ വിമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുള്ള MQ-9 റീപ്പർ ഡ്രോണുകളാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇറാൻ അടിച്ചിട്ടിരിക്കുന്നത്. അതായത് 24 MQ-9 റീപ്പർ ഡ്രോണുകളെയാണ് ഇറാൻ അടിച്ചിട്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാർഡിൽ ഞാൻ മുകളിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കാണുക. പൈലറ്റ് ഇതിനകത്ത് ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഒരു ഫൈറ്റർ ജെറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നോ അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിമാനങ്ങളാണ് ഈ റീപ്പർ വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡ്രോൺ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഈ ജെറ്റ് എഞ്ചിന് സമാനമായിട്ടുള്ള ചെറിയ ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന വിമാനങ്ങളും പറക്കുന്നത് എന്നുള്ളതാണ്.
ഏകദേശം 27 മണിക്കൂറുകളോളം നിലത്തിറങ്ങാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈറ്റ് ചെയ്യാനും ചാരപ്രവർത്തി നടത്താനും അതേപോലെ തന്നെ ശത്രുരാജ്യങ്ങളുടെ മൂവ്മെന്റുകൾ നിരീക്ഷിക്കാനും അതേപോലെ തന്നെ സാധാരണ നിരീക്ഷണ സംവിധാനത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അറ്റാക്ക് നടത്താൻ വരെ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിമാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന MQ-9 റീപ്പർ വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ 24 എണ്ണത്തിനെയാണ് ഇറാൻ അടിച്ചിട്ടിരിക്കുന്നത്. ഈ അടിച്ചിട്ടതിൽ വലിയ കേടുപാടുകൾ സംഭവിക്കാത്ത ചില ഒരു വിമാനത്തിനെ ഇറാൻ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് പിന്നീട് ഇതുപോലത്തെ ഒരു വാറിലോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന് വേറൊരു പ്രത്യേകതകൾ കൂടെ ഉണ്ട്. MQ-9 റീപ്പർ വിമാനങ്ങൾ പോലെയുള്ള ഒരു വിമാനത്തിനെ വലിയ കേടുപാടുകൾ ഇല്ലാണ്ട് ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഇറാൻ ഇതിന്റെ പരിഷ്കരിച്ച രൂപത്തിനെ ഇവരെങ്ങനെ ടാക്കിൾ ചെയ്തോ അതിന് കാരണമായിട്ടുള്ളത് എന്താണോ എന്ന് പഠിച്ചിട്ട് അതിനെ കൂടെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു വിമാനത്തിനെ ഇവർ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന ഇറാന്റെ കാര്യത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും ഇത് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫത്തഹ് ഡ്രോണുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും യൂസ് ചെയ്യുന്ന കാമിക്കാസ് ഡ്രോണുകളുടെ റിവേഴ്സ് എഞ്ചിനീയർഡ് വേർഷനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതല്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അത്യന്തം വലിയൊരു തിരിച്ചടി തന്നെയാണെന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന വിമാനം ഒന്ന് F-15E സ്ട്രൈക്കർ ഈഗിളും പിന്നെ ഒന്ന് F-35A ലൈറ്റ്നിങ്ങും ആണ്. ഈ രണ്ട് വിമാനത്തെക്കുറിച്ചും ഇതിനു മുന്നേ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള, നൈറ്റ് വിഷൻ ഉള്ള, മാസീവായിട്ടുള്ള വാർഹെഡ് വെപ്പൺസിനെ വഹിക്കാൻ ശേഷിയുള്ള, അതേപോലെ തന്നെ ശത്രുവിന്റെ മർമ്മം നോക്കി പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള വിമാനങ്ങളാണ് F-15ഉം F-35ഉം. അത് തന്നെ ലോകത്തിലുള്ള ഒരുവിധം റഡാറുകൾക്കൊന്നും ഈ പറയുന്ന F-35 വിമാനത്തിനെ കണ്ടെത്താൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അത്രയാണ് അതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി. ഒരു റഡാറിന്റെ കണ്ണിലും ഒരു റഡാറിന്റെ മൂക്കിൻ തുമ്പത്തിലൂടെ പറന്നു പോയി കഴിഞ്ഞാലും ആ റഡാറിന്റെ കണ്ണിൽ പെടാണ്ട ശത്രു രാജ്യങ്ങളിൽ പോയി ആക്രമണം നടത്തി തിരിച്ച് ബേസിലെത്താൻ കഴിവുള്ള ഇന്ന് ലോകത്തിലെ അവൈലബിൾ ബെസ്റ്റ് ഫൈറ്റർ ജെറ്റാണ് ഈ A-35 എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഫൈറ്റർ ജെറ്റിനെ എങ്ങനെയാണ് ഇറാൻ അടിച്ചിടുന്നത്? അപ്പോ അങ്ങനത്തെ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലോകത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റിനെ ഇറാൻ അടിച്ചിട്ടെന്നാ പറയുന്നത്. CSR കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ് ഈ ഫൈറ്റർ ജെറ്റിന്റെ പേരുള്ളത്. F-15 അടിച്ചിട്ടിട്ട് അതിന്റെ ചില വിഷ്വൽസ് ഇറാൻ പുറത്തു വിട്ടിട്ടും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി F-35ന്റെ കാര്യത്തില് അത് മാത്രമല്ല സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു എയർക്രാഫ്റ്റ് പുറത്തുവിടുന്ന ഡാറ്റനെ ഈ പറയുന്ന കൺട്രോൾ റൂമിലോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചും ഈ പറയുന്ന പൈലറ്റിന്റെ ഹെൽമെറ്റിലോട്ട് ഡാറ്റ വരുന്നുണ്ട്. പക്ഷേ ഈ F-35ന്റെ അകത്തിരിക്കുന്ന ഒരു പൈലറ്റിന്റെ ഹെൽമെറ്റിനകത്ത് ഒരു പൈലറ്റിന് കാണാവുന്നതും കേൾക്കാനും പറ്റുന്ന ഡാറ്റകൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റിന്റെ വിവരങ്ങൾ, അതായത് F-35നകത്തിരിക്കുന്ന പൈലറ്റ് ധരിക്കുന്ന ഹെൽമെറ്റിനകത്ത് കിട്ടുന്ന ഡാറ്റയാണ് ഈ പറയുന്ന ടാർഗറ്റിന്റെ വിവരങ്ങൾ, നൈറ്റ് വിഷൻ, അതേപോലെ തന്നെ മിസൈൽ വാണിങ്, 360 ക്യാമറ വ്യൂ. ഒന്ന് നോക്കിയ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത, അയാൾ തല തിരിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ അയാൾ വെച്ചിരിക്കുന്ന ഹെൽമെറ്റിനകത്ത് തന്നെ ഇത്ര അധികം ഡീറ്റെയിൽസ് എയർക്രാഫ്റ്റിനകത്തിരിക്കുന്ന ഒരു പൈലറ്റിന് കിട്ടുന്നു എന്നുള്ളതാണ് F-35ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല മാക് 1.6, അതായത് ശബ്ദത്തിനേക്കാൾ 1.6 ഇരട്ടി വേഗതയിലാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഏകദേശം 2200 കിലോമീറ്റർ റേഞ്ച് വരെ ഈ ഒരു
F-35 എന്ന് പറയുന്ന F-35 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിന് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു പൈലറ്റാണ് ഉള്ളത് എങ്കിൽ കൂടെ ഒരൊറ്റ പൈലറ്റ് മതി ഈ വിമാനത്തിനെ കൊണ്ട് ശത്രുവിന്റെ മർമ്മം നോക്കി അടിക്കാൻ എന്നുള്ളതാണ്. അത് മാത്രമല്ല, എനിമി റഡാറുകളെ കണ്ടെത്തുക, മറ്റു വിമാനങ്ങളുമായിട്ടുള്ള ഡാറ്റനെ ഷെയർ ചെയ്യുക, ഗ്രൗണ്ട് ടാർഗറ്റിനെ സ്ട്രക്ക് ചെയ്യുക, മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുള്ള മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ F-35 എന്ന് പറയുന്ന ഒരു വിമാനം ഫീൽഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിമാനത്തിന് മാത്രമല്ല അത് സുരക്ഷയൊരുക്കുന്നേ, അത് ആ മിഷനിൽ പങ്കെടുക്കുന്ന മറ്റു വിമാനങ്ങളുമായിട്ട് കൂടെ ഈ F-35 കണ്ടെത്തുന്ന ഡാറ്റനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നതും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വിമാനത്തിനെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ അടിച്ചിട്ടെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇറാൻ അടിച്ചിട്ടു എന്ന് പറയുന്ന വിമാനങ്ങള് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം 7 എണ്ണത്തിനെയാണ് അടിച്ചിട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കുവൈത്തിന്റെ ആകാശത്ത് വെച്ച് പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു 135A സ്ട്രാറ്റോ ടാങ്കർ വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത്. എന്താ സത്യത്തിൽ ഈ വിമാനം? ഈ F-35നും ഈ F-15 ഒക്കെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം റീഫിൽ ചെയ്ത് കൊടുക്കുന്ന വിമാനങ്ങളെയാണ് ഈ സ്ട്രാറ്റോ ടാങ്കേഴ്സ് എന്ന് പറയാ. ആകാശത്തൂടെ പറന്ന് നടക്കുന്ന ഇന്ധന ടാങ്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അങ്ങനത്തെ 7 എണ്ണത്തിനെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. 7 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പിക് ഫ്യൂരിയില് എത്ര ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുക്കുന്നുണ്ടോ ആ ഫൈറ്റർ ജെറ്റുകൾക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇറാന്റെ ആകാശത്തിലൂടെ പറന്ന് നടന്ന് ടാർഗറ്റിനെ ഫിക്സ് ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ വേണം. ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെ റീചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ഇന്ധനം നിറക്കുന്ന എയർക്രാഫ്റ്റുകളാണ് ഈ പറയുന്ന സ്ട്രാറ്റോ ടാങ്കർ എന്ന് പറയുന്നത്. അങ്ങനത്തെ 7 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ബോയിങ് ആണ് ഇത്തരം സ്ട്രാറ്റോ ടാങ്കറുകൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അധികം ഇത്തരത്തിലുള്ള സ്ട്രാറ്റോ ടാങ്കറുകളുടെ നിർമ്മാണം കുറവാണെന്നും കൂടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയുടെ ബജറ്റ്, അമേരിക്കയ്ക്ക് നഷ്ടം വന്നേക്കുന്നത്, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ചെലവായേക്കുന്നത് $2.4 ലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2.4. അതായത് ഈ ഒരു യുദ്ധത്തില് അമേരിക്കയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്, ചെലവ് വന്നേക്കുന്നത് അല്ലെങ്കിൽ കൂടിയിരിക്കുന്നത് 2.4 ലക്ഷം കോടി രൂപയാണ്. ചില രാജ്യങ്ങൾക്കൊക്കെ ഉള്ള ടോട്ടൽ ബജറ്റിന്റെ എത്രയോ മടങ്ങാണ് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കക്ക് ചെലവായേക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെ അമേരിക്ക രണ്ടാമതൊരു യുദ്ധത്തിന് ഇറാനുമായി തയ്യാറാവും എന്നുള്ളത് ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന വിമാനമാണ് A-10 തണ്ടർബോൾട്ട് 2 എന്ന് പറയുന്ന വിമാനം. അതായത് ആകാശത്ത് നിന്ന് ഗ്രൗണ്ടിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്കർ കോൺവോയ്കളെ അടക്കം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അമേരിക്കയുടെ വിമാനമാണ് ഈ പറയുന്ന തണ്ടർബോൾട്ട് 2 എന്ന് പറയുന്ന വിമാനം. ഇതിനെ വാർത്തോങ് എന്നും കൂടെ വിളിക്കാറുണ്ട് പല സമയത്തും. ഇതിന്റെ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇതിനെ വാർത്തോങ് എന്ന് പറയുന്ന പേര് വരുന്നത്. ഇത് ഫൈറ്റർ ജെറ്റ് പോലെയുള്ള സ്പീഡിന് വേണ്ടിയിട്ടുള്ളതല്ല, ഭൂമിയിലെ സൈന്യത്തെ നേരിട്ട് രക്ഷിക്കാനും ശത്രു ടാങ്കറുകൾ തകർക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം സാധാരണ ഗ്രൗണ്ടിലൂടെ പട്ടാളക്കാര് ഇറാനിലോട്ട് ഒരു അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ഇറാനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ശത്രു സൈന്യത്തെ ആകാശത്ത് നിന്ന് നേരിടാനും പട്ടാളക്കാർക്ക് സുഗമമായി അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള വഴി സെറ്റാക്കി കൊടുക്കുകയും ചെയ്യുന്ന വിമാനങ്ങളെയാണ് ഈ തണ്ടർബോൾട്ട് വിമാനങ്ങൾ എന്ന് പറയാം. തണ്ടർബോൾട്ട് 2 എന്നൊക്കെ പറയാ. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മുന്നിലുള്ള ഒരു എന്താ പറയാ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണാണ്, കാനണാണ്. എത്രയോ റൗണ്ട് വെടിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എത്രയോ വലിയ ബുള്ളറ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാനണാണ് ഈ പറയുന്ന വിമാനത്തിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ളത്. ഈ വിമാനത്തിന് 2 എഞ്ചിനുകളിലാണ് വിമാനം പ്രവർത്തിക്കുന്നത്. പല സമയത്തും ശത്രുക്കളുടെ നേരിൽ നിന്നും ആക്രമണം നേരിടുകയും
വിങ്സിൽ ഹോള് വീഴ പോലും ചെയ്തിട്ടും ബേസിലേക്ക് തിരിച്ചെത്തിയ ചരിത്രമുള്ള വിമാനങ്ങളാണ് ഈ പറയുന്ന തണ്ടർബോൾട്ട് വിമാനങ്ങൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന പൈലറ്റിന് പ്രത്യേക ടൈറ്റാനിയം ഷീൽഡ് അടക്കം കൊടുക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളാണ് തണ്ടർബോൾട്ട് വിമാനം. അങ്ങനെ ഒരു വിമാനത്തിനെ ഇറാൻ അടിച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇവർ കൊടുത്തതെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിമാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന E3 സെൻട്രി എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എയർക്രാഫ്റ്റ്. ഇത് ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന ഇറാന്റെ ഫീൽഡുകൾ അറ്റാക്ക് ചെയ്യുന്ന വിമാനമല്ല, പകരം ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 100 കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും വരുന്ന മിസൈലുകളെ പോലും ഡിറ്റക്ട് ചെയ്യാനും അത് ഡിറ്റക്ട് ചെയ്ത് ഏത് പാത്തിലൂടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി F-35ഉം F-15ഉം കമാൻഡോ അടക്കമുള്ള വിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെയാണ് ഈ പറയുന്ന E3 സെൻട്രി വിമാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വിമാനത്തിനെ കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വിമാനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോർഡിനേറ്റഡ് അറ്റാക്ക് അമേരിക്കക്ക് ഇറാന്റെ നേരെ നടത്താനേ പറ്റത്തില്ല. UAE ഇറാനെതിരെയുള്ള അറ്റാക്കിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കൻ എയർക്രാഫ്റ്റുകൾക്കും അതേപോലെ തന്നെ UAEയുടെ എയർക്രാഫ്റ്റുകൾക്കും കൂടെ കോർഡിനേഷൻ കൺട്രോൾ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത്തരത്തിലുള്ള ഒരു വിമാനത്തിനാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്തത് MC-130J കമാൻഡോ 2, അമേരിക്കയുടെ രഹസ്യമായ സ്പെഷ്യൽ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള എയർക്രാഫ്റ്റുകളാണിത്. നൈറ്റിലും വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും മഴയുടെ സമയത്താണെങ്കിൽ കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളാണ് ഈ പറയുന്ന MC-130J വിമാനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വിമാനത്തിനെ കൂടെ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ക്രൂകൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ഗ്രൗണ്ടിലുള്ള ക്രൂവിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇവരെ എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിമാനമാണ് 130J വിമാനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ വിമാനത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് എന്നുള്ളതാണ്. അടുത്തത് HH-60W ജോളി ഗ്രീൻ 2 എന്ന് പറയുന്ന വിമാനം. ഈ വിമാനം എവിടെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാം. അതായത് F-15 ഇറാൻ അടിച്ചിട്ട സമയത്ത് അതിലുള്ള ഒരു പൈലറ്റ് രക്ഷപ്പെടുകയും എന്നാൽ ഒരു പൈലറ്റ് ഇറാൻ അകത്ത് പെട്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ പൈലറ്റിനെ രക്ഷിക്കാൻ പോയിട്ടുള്ള ഹെലികോപ്റ്ററുകളിലുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഈ പറയുന്ന HH-60 ജോളി എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ടിൽ നിന്നും മാസീവ് ആയിട്ടുള്ള വെടിവെപ്പുകൾ ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററുകളാണ് യഥാർത്ഥത്തിൽ ഈ HH-60W ജോളി ഗ്രീൻ എന്ന് പറയുന്നത്. വിയറ്റ്നാം വാറിൽ അമേരിക്ക യൂസ് ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററുകളെയാണ് അന്ന് ജോളി ഗ്രീൻ എന്ന് വിളിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത തലമുറ വെർഷനിൽ വരുന്ന വിമാനങ്ങളാണ് ഈ HH-60W ജോളി ഗ്രീൻ വിമാനങ്ങൾ. അങ്ങനത്തെ ഒരു വിമാനത്തിനെയും കൂടെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, വേറെയും പല തരത്തിലുള്ള വിമാനങ്ങൾ കൂടെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എണ്ണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ MQ-9 റീപ്പർ ഡ്രോണുകൾ 24 എണ്ണം, F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറയുന്നത് 4 എണ്ണം, അതേപോലെ തന്നെ F-35A ലൈറ്റ്നിങ് 2 എന്ന് പറയുന്നത് 1 എണ്ണം, KC-135 സ്ട്രാറ്റോ ടാങ്കർ എന്ന് പറയുന്നത് 7 എണ്ണം, ആകാശത്ത് നിന്ന് ഇന്ധനം നിറക്കാനുള്ള 7 വിമാനങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തത് A-10 തണ്ടർബോൾട്ട് വിമാനം 1 എണ്ണം, അതേപോലെ തന്നെ MC-130J കമാൻഡോ 2 എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, HHW ജോളി ഗ്രീൻ എന്ന് പറയുന്നത് 1 എണ്ണം. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ 42ഓളം എയർക്രാഫ്റ്റുകളാണ് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് ഏകദേശം 2.4 ലക്ഷം കോടി രൂപ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാക്കുകൾ കൊണ്ടുള്ള ഭീഷണി മുഴക്കുക എന്നല്ലാതെ ട്രംപിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇറാൻ എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ ഇറാൻ ഇതിനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാനേ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ റെഡി ആണെങ്കിൽ കൂടെ ഒരു തരത്തിലും അമേരിക്കക്ക് ഇറാനിലോട്ട് ചെല്ലാനോ ഇറാന് നേരെ ഒരു അറ്റാക്ക് നടത്താനോ പറ്റില്ല എന്നുള്ളതാണ്.
അത് മാത്രമല്ല ഇറാന്റെ കയ്യിലുള്ള 70%, ബാക്കിയുള്ള 70% മിസൈലുകളെയും ഇറാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലം ലോങ് ടേം വാറിലോട്ട് ഈ പറയുന്ന ശത്രുക്കളെ തളച്ചിടുന്നതിന് പകരം മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ട്രെൻഡിലേക്കും ടെൻഡൻസിയിലോട്ടും ഇറാൻ മാറിയിട്ടുണ്ടെന്നും കൂടെയുള്ള വാർത്തകൾ കൂടെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വെറുതെ ഒന്നുമല്ല നാളെ നാളെ നീളെ നീളെ എന്നുള്ള ലോട്ടറി കച്ചവടക്കാരെ പോലെ ഈ പറയുന്ന യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. വെറുതെ അല്ല ഇറാൻ ഇത്ര അധികം ധാർഷ്ട്യം അമേരിക്കക്ക് മേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകഗുണ്ടക്കും ലോക ഭീമൻ രാജ്യത്തിനും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കീനായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം എന്നുള്ളതാണ്.